ഒരു സ്ത്രീയുടെ ഭൂരിഭാഗം ജീവിതവും ജീവിക്കുന്നത് അടുക്കളയിലാണ്. 10-16 മണിക്കൂർ അടുക്കളയും ഫുഡ് ഉണ്ടാക്കലും മാത്രമാണ് ഒരു സ്ത്രീയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു വീട്ടില് അപ്പനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി, ആരാണ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത്? അമ്മയുടെ പേരാ പറയുന്നത്. ഈ അമ്മ അവസാനം എന്താ പറയാ, അമ്മ അങ്ങനെയാണ് എന്ന രീതിയിലേക്ക് മക്കൾ വരും. ഈ സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ഉറക്കം വേണം എന്ന് പറയുന്നത് ശരിയാണ്? ഒരു വീട്ടിലെ മൊത്തം പണി കഴിഞ്ഞേച്ച് ഒരു സ്ത്രീ കുളിച്ച് ഇതായി ബെഡേ വരുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു സമയം, ആ സമയത്ത് ചിലപ്പം പുരുഷൻ കൂർക്കം വലിക്കുമായിരിക്കും. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് പുരുഷന് നേരെ എഴുന്നേറ്റാൽ മതി. ഭാവിയിൽ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അമ്മ ബുദ്ധിമുട്ടുന്ന പോലെ നീ അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാൻ. മേശപ്പുറത്ത് പോയിരുന്നിട്ട് ചായ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അടുക്കള കയറി ചായ ഉണ്ടാക്കണം. ആദ്യമേ കല്യാണം കഴിച്ചേച്ച് ഇവര് നല്ല രീതിയാകാനായിട്ട് ഒന്നും പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല. പിന്നെ ഹസ്ബൻഡ് ആ ഭാഗത്തേക്ക് എടുക്കത്തില്ല. ഞാന് ചോറ് വെക്കുമ്പോൾ നിങ്ങൾ കറി വെക്കണം, ഓക്കെ ആണോ? അത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിനുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു പരിഷ്കാരി വന്നേക്കുന്നു. പക്ഷെ അടുത്ത തലമുറ മൊത്തം ഈ ട്രാക്കിലുള്ളവരാണ്. അവർക്ക് ഇത് മനസ്സിലാവും. ഫാറ്റ് ലിവർ ഉള്ളവർക്ക്, PCOD പ്രശ്നമുള്ളവർക്ക്, തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക്, ഇൻസുലിൻ വല്ലാതെ കൂടുന്നവർക്ക്, ഈസ്ട്രോജന്റെ അകത്ത് വേരിയേഷൻ വരുന്നവർക്ക്, ഈ ഹോർമോണൽ പ്രശ്നം കൊണ്ട് തന്നെ ഉറക്കം ക്ലിയർ ആകാതെ പോകും. പലപ്പോഴും ഉറക്കം ക്ലിയർ ആയെങ്കിൽ മാത്രമേ ശരീരം റിപ്പയർ ആകത്തുള്ളൂ.